Hi, hello friends. Welcome to the new section of Almus PC channel. ഇന്ന് നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ സംഭവങ്ങളെല്ലാം പഠിച്ച് മടുത്തിരിക്കുകയായിരിക്കും അല്ലേ? നമുക്കിന്ന് ഇത്തിരി കണക്ക് നോക്കിയാലോ? കണക്ക് എനിക്ക് എഴുതി പഠിപ്പിക്കാനായിട്ടുള്ള സൗകര്യമില്ല, പക്ഷേ ഞാൻ കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള മാത്സ് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്വദേശി പ്രസ്ഥാനം പറഞ്ഞു എന്നായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നതിനിടയ്ക്ക് ശകലം മാത്സ് പഠിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃത്യംഗങ്ങൾ എന്ന സബ്ജക്റ്റാണ്. കൃത്യംഗങ്ങൾ എന്ന ടോപ്പിക്കാണ്. കൃത്യംഗങ്ങൾ എന്നത് എന്താണ്? എക്സ്പൊണൻസ് എന്ന് പറയും. എക്സ്പൊണൻസിനകത്ത് എന്തൊക്കെയുണ്ട്? ബേസും ഉണ്ട്, പവറും ഉണ്ട്. താഴെ എഴുതുന്നത് ബേസ്, മണ്ടയിൽ എഴുതുന്നത് പവർ. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. 2⁵ എന്നാണെങ്കിൽ 2 അതിൻ്റെ ബേസ്, 5 അതിൻ്റെ പവർ. 2 എന്ന് പറയുന്നത് ബേസ് എന്നാണെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ്? ആധാരം. ഇനി പവർ എന്ന് പറയുന്നത് എന്താണ്? കൃത്യംഗം എന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ കൃതി എന്ന് പറയാൻ സാധിക്കും. കൃതി, പവർ, കൃതി ആണ്. ഇനി നമുക്ക് കുറേ ഐഡൻറ്റിറ്റീസ് പഠിക്കാം അല്ലേ? ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ റൂൾസ് എന്ന് പറയും. മാത്സിലുള്ള കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് നമുക്ക് പഠിക്കാം. a⁻m × a⁻n = a⁻m+n. അതായത് സെയിം ബേസും ഡിഫറെൻറ്റ് പവറുമാണ് വരുന്നതെങ്കിൽ ആ ബേസ് അതേപടി എടുത്തെഴുതിയിട്ട് അത് രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ മതി. ഏത് രണ്ടും കൂടെ? പവർ രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ മതി. അപ്പം 2⁵ × 2⁷ എന്നാണെങ്കിലോ അതിൻ്റെ ഉത്തരം എന്ത് വരും? 2⁷ എന്ന് വരും. അപ്പം 2⁻12. അടുത്തത് a⁻m / a⁻n. അങ്ങനെയാണെങ്കിലോ a⁻m−n. സെയിം ബേസ് എഴുതുക, രണ്ടും തമ്മിൽ കുറയ്ക്കുക. എന്താ? പവർ തമ്മിൽ കുറച്ചെഴുതുക. a⁻m⁴n എന്ന് പറഞ്ഞാലോ a⁻m × n. ഇപ്പം 2⁵ ആണെങ്കിൽ ആണെങ്കിൽ ആ 5ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 2�35 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഐഡൻറ്റിറ്റിയാണ് a⁻0 = 1 എന്ന് പറയുന്നത്. അതായത് എനി നമ്പർ a⁻0 = 1 എന്നുള്ളത് മാത്സിനകത്തെ ഒരു റൂളാണ്. ഇങ്ങനെ 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട്. 1/ അല്ലെങ്കിൽ a⁻−n = 1/a⁻n ആണ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഏതാണ്ടൊക്കെ കത്തിയില്ലേ? അപ്പം കുറച്ചുകൂടെ വിശദീകരിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. സോ ബൈ.